ബിസിനസ് പ്രൊഫഷണൽ സ്കിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈബർ സ്പേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഫസ്റ്റ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ, മാൽവെയർ സച്ച് ആസ് കമ്പ്യൂട്ടർ വൈറസ്, എത്തിക്കൽ ഇഷ്യൂസ്, സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഇൻഫോർമേഷൻ ഓവർലോഡ്. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 3 and 4 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ബാലൻസ് വരുന്ന സൈബർ അഡിക്ഷൻ, ഹെൽത്ത് ഇഷ്യൂസ്, ഇ വേസ്റ്റ് ആൻഡ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. First of all, cyber addiction. Cyber addiction is the excessive and non-productive use of computer, smartphone and internet. അപ്പോൾ സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമ്മൾ ഒരാവശ്യവുമില്ലാതെ നോൺ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് അധിക സമയം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയാം? സൈബർ അഡിക്ഷൻ എന്ന് പറയാം. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഓഫീസിൽ കമ്പ്യൂട്ടർ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു അഡിക്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ വർക്കാണെന്ന് പറയാം. പക്ഷേ എന്താണ്, നോൺ പ്രൊഡക്റ്റീവായിട്ട് ഒരാവശ്യവുമില്ലാതെ കൂടുതൽ സമയം നമ്മൾ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയാം? സൈബർ അഡിക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ദി എക്സസീവ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ദാറ്റ് ഇൻ്റർഫിയേഴ്സ് വിത്ത് ഡെയിലി ലൈഫ്, വർക്ക് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമ്മളുടെ ഡെയിലി ലൈഫിനെ അല്ലെങ്കിൽ വർക്കിനെ, റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സൈബർ അഡിക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ്സ് ദി എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ, ഇൻവോൾവ്മെൻറ്റ് ഇൻ ഓൺലൈൻ ഗാംബ്ലിംഗ്, ഓൺലൈൻ ഗെയിം അഡിക്ഷൻ, സൈബർ സെക്സ് അഡിക്ഷൻ എക്സെട്ര. അപ്പോൾ മെയിനായിട്ട് ഇതിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളൊന്നുമില്ലെങ്കിൽ എന്തായിരിക്കാം? സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഓൺലൈൻ ഗാംബ്ലിങ്, ചൂതാട്ടത്തിലൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നൊരു കേസ്. അല്ലെങ്കിൽ ഗെയിം കളിക്കുക, ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സൈബർ സെക്സ് അഡിക്ഷൻ. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? മെയിനായിട്ട് സൈബർ അഡിക്ഷനിൽ വരുന്നത്. സൈബർ അഡിക്ഷൻ അഫക്ട്സ് ഓൺ ഓർ സൈക്കോളജിക്കൽ ഫങ്ഷനിങ്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് ജനറൽ വെൽബീയിങ്. അപ്പോൾ ഇത് എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്? നമ്മളെ മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിനെയും നമ്മളെ ജനറൽ വെൽബീയിങ്ങിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൈബർ അഡിക്ഷൻ നന്നായിട്ട് ബാധിക്കുന്നു എന്ന് പറയുന്നു. സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സൈബർ അഡിക്ഷൻ. യൂസിങ് കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഫോൺ ലോങ്ങർ ദാൻ ഇൻറ്റൻഡഡ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് സൈബർ അഡിക്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക. അതെന്തായിരിക്കാം? 1, 2, 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഒരു സൈബർ അഡിക്ഷൻ ആണെന്ന് പറയാം. അണേബിൾ ടു വർക്ക് ബിക്കോസ് ഓഫ് ഓൺലൈൻ ആക്ടിവിറ്റി. എന്ത് ചെയ്യുക? നമ്മൾ പ്രധാനപ്പെട്ട നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. കൂടുതലായിട്ട് എന്തായാലും നമ്മൾ ഓൺലൈൻ ആക്ടിവിറ്റി കൊണ്ട്. ഐസൊലേഷൻ ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ബിക്കോസ് ഓഫ് സ്പെൻഡിങ് മച്ച് ഓൺലൈൻ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ചിലവഴിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾക്ക് ഫാമിലിയിൽ നിന്ന്, ഫ്രണ്ട്സിൽ നിന്ന് ഒരു ഐസൊലേഷൻ, അതായത് ഒറ്റപ്പെടുന്നൊരവസ്ഥയ്ക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഒരു സിംറ്റംസ് ആണെന്ന് പറയാം. ഫീലിംഗ് ഗിൽട്ടി ആൻഡ് ഡിഫെൻസീവ് എബൌട്ട് യുവർ ഇൻ്റർനെറ്റ് യൂസ്. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്ത് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് അതിനെ എതിർക്കും. ഞാൻ യൂസ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടുതലായിട്ട് അതിനെ എതിർക്കുകയാണെങ്കിൽ അതൊക്കെ എന്തിൻ്റെ ഇതാണ്? സൈബർ അഡിക്ഷൻ്റെ സിംറ്റംസ് ആണെന്ന് പറയുന്നു. യൂസ് ഇൻ്റർനെറ്റ് ടു എസ്കേപ്പ് ഫ്രം വറീസ് ആൻഡ് ടെൻഷൻ. ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷനും വറീസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് എന്ത് യൂസ് ചെയ്യുക? ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അതൊക്കെ ഒരു സിംറ്റംസിന് കാരണമാണെന്ന് പറയുന്നു. ദെൻ ഫിസിക്കൽ സിംറ്റംസ്. എന്തൊക്കെയാണ് ഫിസിക്കലായിട്ട് വരുന്ന സിംറ്റംസ് നോക്കാം. ഡ്രൈ ഐസ്, ബാക്ക് ഹെയ്ക്സ് എക്സെട്ര. എന്താണ്? കണ്ണ് ഡ്രൈ ആകുന്നൊരവസ്ഥ, നമ്മൾക്ക് ബാക്ക് പെയിൻ, അതായത് നട്ടിലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ എന്തായിരിക്കും ഉരയ്ക്ക് വരുന്ന വേദന. ഇതൊക്കെ എന്ത് പറയാം? അത് ഫിസിക്കലായിട്ട് വരുന്ന സിംറ്റംസ് ആണെന്ന് പറയാം. മോർ ഓൺലൈൻ ഫ്രണ്ട്സ് ദാൻ റിയൽ ലൈഫ് ഫ്രണ്ട്സ്. കൂടുതലായിട്ട് എന്ത് വരികയാണ്? ഓൺലൈൻ ഫ്രണ്ട്സ്, അതായത് നമ്മൾക്ക് നാട്ടിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അതിൽ കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് വഴി വരുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്കെന്ത് പറയാം? അതൊരു സൈബർ അഡിക്ഷൻ്റെ സിംറ്റംസ് ആണെന്ന് പറയാം. ലോസിങ് സ്ലീപ്പ്, നെഗ്ലക്റ്റിംഗ് സ്റ്റഡീസ്, ലിറ്റിൽ ഫുഡ് എക്സെട്ര. കൂടുതലെന്ന് പറയുന്നുണ്ട് ഉറക്കം കുറവായിട്ട് വരിക, പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത്, നെഗ്ലക്റ്റ് ചെയ്യുക, കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുക. അതൊക്കെ എന്താണ്? ഒരു സൈബർ അഡിക്ഷൻ്റെ സിംറ്റംസ് ആണെന്ന് പറയുന്നു.
ദെൻ എഫക്ട്സ് ഓർ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് സൈബർ അഡിക്ഷൻ. എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ എന്ന് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഇൻ്റർനെറ്റ് അഡിക്ഷൻ മേ ലീഡ് ടു ആങ്സൈറ്റി, വറീസ് ആൻഡ് ഫിയേഴ്സ് അബൌട്ട് വാട്ട് ടു കം. എന്താണ് കൂടുതലായിട്ട് ആകാംക്ഷ, എന്താണ് ഇനി വരിക, എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, എന്താണ് ഇനി വരാനുള്ളത്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വറി ചെയ്യുക, അതിനെക്കുറിച്ച് പേടിക്കുക, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണെന്ന് പറയുന്നുണ്ട്. ദെൻ ഡിപ്രഷൻ, ഫീലിംഗ് സാഡ്, ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയുന്നുണ്ട്. ഡ്രഗ് അഡിക്ഷൻ ടുവേർഡ്സ് ആൽക്കഹോൾ, നിക്കോട്ടിൻ, ബരിജ്വാല എക്സെട്ര. അതായത് എന്തായിരിക്കാം, കള്ള് കുടിക്കുന്നത്, നിക്കോട്ടിൻ, അതുപോലെ തന്നെ കഞ്ചാവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു അവസ്ഥ വരിക. സൈബർ സെക്സ് അഡിഷൻ, വാച്ചിങ് ആൻഡ് ഷെയറിങ് ന്യൂഡ് പിക്ചേഴ്സ് ആൻഡ് സെക്സ് വീഡിയോസ്. കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ന്യൂഡ് പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണുക, അതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങളാണെന്ന് പറയുന്നുണ്ട്. ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്, ലെസ് സോഷ്യൽ റിലേഷൻ. ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നിട്ടുള്ള സപ്പോർട്ട് റെഡ്യൂസ് ചെയ്ത് പോകും. കാരണം കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് മുമ്പിലേക്കായിരിക്കും. ദെൻ ഫൈനാൻഷ്യൽ ലോസ് ത്രൂ ഓൺലൈൻ ഗാംബ്ലിങ്. നമ്മൾ ഓൺലൈൻ ഗാംബ്ലിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ഒരുപാട് ക്യാഷ് ഇറക്കിയിട്ടൊക്കെ ആയിരിക്കും നടത്തുക. അപ്പോൾ അതിലൊക്കെ വരുന്ന ഫൈനാൻഷ്യൽ ലോസസ് ഒക്കെ കാരണമാകുന്നുണ്ട്. ദെൻ പുവർ ഹെൽത്ത്, ലോ ഫുഡ് മേ ബി ലീഡ് ടു പുവർ ഹെൽത്ത്. എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടുന്നൊരവസ്ഥ. കാരണം കുറച്ച് ഫുഡ് കഴിച്ചാൽ എന്തായിരിക്കും, നമ്മൾക്ക് തീരെ ആരോഗ്യമില്ലാത്തൊരവസ്ഥയ്ക്കൊക്കെ എത്തുന്ന ഒരു അവസ്ഥ. ദെൻ ഹൗ ടു മാനേജ് സൈബർ അഡിക്ഷൻ. എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ നോക്കാം. സെൽഫ് കൺട്രോൾ, സെറ്റ് ടൈം ആൻഡ് ലിമിറ്റ് ഫോർ ഇൻ്റർനെറ്റ് യൂസേജ്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സമയം അല്ലെങ്കിൽ ഒരു ലിമിറ്റ് നമ്മൾ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദി അണ്ടർലൈയിങ് റീസൺസ്, ട്രൈ ടു ഐഡൻറ്റിഫൈ ദി അണ്ടർലൈയിങ് റീസൺസ് ദാറ്റ് ലീഡ്സ് ടു സൈബർ അഡിക്ഷൻ. എന്താണ് പ്രധാനപ്പെട്ട കാരണം, നമ്മൾ എന്താണ് ഈ ഒരു സൈബർ അഡിക്ഷന് വരാനുള്ള കാരണം എന്ന് നമ്മളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻക്രീസിങ് കോപ്പിംഗ് സ്കിൽസ്, ആസ്ക് സപ്പോർട്ട് ടു ഫ്രണ്ട്സ്, ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ്, എൻഗേജ് ഇൻ ഗുഡ് ആക്ടിവിറ്റീസ്, വാക്ക് അവേ ഫ്രം സ്ട്രെസ്സിങ് സിറ്റുവേഷൻസ് എക്സെട്ര. കോപ്പിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവിനെ നമ്മൾ എന്ത് പറയുന്നത്, കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആസ്ക് സപ്പോർട്ട് ഓഫ് ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് നമ്മൾ നേടിയെടുക്കണം. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ സമീപിക്കുക. ക്രിയേറ്റ് ടു ഡു ലിസ്റ്റ്, നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. എൻഗേജ് ഇൻ ഗുഡ് ആക്ടിവിറ്റീസ്, എപ്പോഴും നല്ല ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ആകുക. വാക്ക് അവേ ഫ്രം സ്ട്രെസ്സിങ് സിറ്റുവേഷൻസ്, അതായത് നമ്മൾക്ക് സ്ട്രെസ് ആകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സൈബർ അഡിക്ഷനിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയുന്നു. സ്ട്രെങ്തൻ റിലേഷൻഷിപ്സ് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എക്സെട്ര. എന്ത് ചെയ്യുക, അതായത് ഓൺലൈനിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതലായിട്ട് നമ്മൾ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്തായിരിക്കും, ഒന്നുകൂടി സ്ട്രെങ്തൻ ആയിരിക്കും. ദെൻ ഐഡൻറ്റിഫൈ ആൻഡ് അൺഇൻസ്റ്റാൾ അഡിക്റ്റീവ് ആപ്സ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നമ്മൾ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നൊരു മോചനം നേടാൻ പറ്റുമെന്ന് പറയുന്നു. ദെൻ ഹൗ ടു മാനേജ് സൈബർ അഡിക്ഷൻ ടുവേർഡ്സ് ചൈൽഡ് ഓർ ടീനേജേഴ്സ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്ലേസ് കമ്പ്യൂട്ടർ ഇൻ കോമൺ റൂം. എന്ത് ചെയ്യുക, നമ്മൾ കമ്പ്യൂട്ടർ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് എല്ലാവർക്കും വിസിബിളായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക. അതായത് എല്ലാവർക്കും എപ്പോൾ നോക്കിയാലും കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ നമുക്ക് കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ വീട്ടിൽ കമ്പ്യൂട്ടർ വയ്ക്കേണ്ടതെന്ന് പറയാം. ദെൻ മോണിറ്റർ കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഫോൺ യൂസ്. എപ്പോഴാണ് കുട്ടികൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. എൻകറേജ് അതർ ഇൻട്രസ്റ്റ്, ഹോബീസ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. അവരെ കൂടുതലായിട്ട് അതർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അവരെ മറ്റു ആക്ടിവിറ്റീസ്, അവരുടെ ഹോബിയിലേക്ക് സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ അവരെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുക. ടോക്ക് ടു ദി ചൈൽഡ് അബൌട്ട് അണ്ടർലൈയിങ് ഇഷ്യൂസ്. എന്താണ് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, എന്താണ് അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളും, അതൊക്കെ കുട്ടികളുമായിട്ട് സംസാരിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അറേഞ്ച് എ കൗൺസിലിംഗ് സെഷൻ ഇഫ് സ്ട്രോങ്ലി അഡിക്റ്റഡ്. ഇൻ കേസ് അത് കൂടുതൽ നമ്മളിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടൊന്നും അവർക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ, ഈ സൈബർ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും അവർക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാം.
ദെൻ ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെങ്കിൽ എന്ത് പറയാം ഇ വേസ്റ്റ്. ഇ വേസ്റ്റ് മീൻസ് ഓൾ വേസ്റ്റ് കോസ്ഡ് ബൈ ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. എന്തായിരിക്കും ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ വേസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു, അത് നമ്മൾ വീട്ടിൽ നിന്ന് അത് കേടുവന്ന് ഒഴിവാക്കിയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഇലക്ട്രോണിക് വേസ്റ്റ് ആണെന്ന് പറയാം. ഇറ്റ് റിഫേഴ്സ് ടു ഓൾ ഐറ്റംസ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് പാർട്സ് ദാറ്റ് ഹാവ് ബീൻ ഡിസ്കാർഡഡ് ബൈ ഇറ്റ്സ് ഓണേഴ്സ് ആസ് വേസ്റ്റ്. അപ്പം എന്ത് ചെയ്യാണ്, ആരാണോ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്, ഏതെങ്കിലും ഇലക്ട്രിക്കലായിരിക്കാം, ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ആയിരിക്കാം, ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ കേടുവന്ന പാർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫുൾ പാർട്സ് ആയിരിക്കാം. ഇതൊക്കെ ഇതിൻ്റെ ഓണർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയാം, ഇ വേസ്റ്റ് എന്ന് പറയാം. E-waste is mainly created by the discarded electronic devices such as computers, laptops, mobile phones, tablets, DVD players, televisions, etc. അപ്പോൾ മെയിനായിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞതിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യും, പിന്നെ അതിൻ്റെ മോഡൽ മാറുന്ന സമയത്ത് നമ്മളത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓൾഡ് മോഡൽ എന്തായിരിക്കും, അത് അവിടെ വേസ്റ്റായി കിടക്കുന്നു. E-waste has turned out to be a serious environmental issues for many nations. എന്താണ്, ഒരുപാട് രാജ്യങ്ങൾക്ക് എന്താണ് അവർ നേരിടുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, പ്രസൻറ്റ് കണ്ടീഷനിൽ ഇ വേസ്റ്റ് ആണെന്ന് പറയുന്നു. E-waste is a major concern in the area of personal computing because it is wireless devices are quickly discarded by consumers. മെയിനായിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടിങ്ങിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ്, ടാബ്സ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇ വേസ്റ്റിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. കാരണം അത് നമ്മൾ മോഡൽ മാറാൻ, അല്ലെങ്കിൽ കാലഹരണം പെടുന്നതിനനുസരിച്ച് പുതിയ ടെക്നോളജി വരുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. Consumers generally buy new instead of reusing because their electronic devices quickly becomes obsolete or it may be cheaper to purchase new. കൺസ്യൂമേഴ്സ് റീയൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് പുതിയ ഡിവൈസസ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് വളരെ പെട്ടെന്ന് കാലഹരണപ്പെടുന്നു. അതായത് ഈ ഇലക്ട്രോണിക് ഡിവൈസസ് വളരെ പെട്ടെന്ന് കാലഹരണപ്പെടുന്നു. കൂടാതെ എന്താ, അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം, വളരെ കുറഞ്ഞ റേറ്റായിട്ട് മാറുന്നു. ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ പുതിയത് വാങ്ങുന്നത്. അപ്പോൾ ഈ പഴയ ഡിവൈസുകളൊക്കെ എന്തായിരിക്കും, ഇ വേസ്റ്റ് ആയിട്ട് മാറുന്നു. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ആർ മാനുഫാക്ചർഡ് യൂസിങ് ന്യൂമറസ് ടോക്സിക് കണ്ടൻസ് ആൻഡ് ഹാംഫുൾ കോമ്പണൻസ്. ഇലക്ട്രോണിക് ഡിവൈസസ് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് ഒരുപാട് ടോക്സിക്കായിട്ട് കണ്ടൻസ്, അല്ലെങ്കിൽ ശരീരത്തിന് അല്ലെങ്കിൽ മനുഷ്യന് ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. Informal processing of electronic waste in developing and underdeveloped countries may cause serious health and pollution problems. Informal processing of electronic waste എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, മെയിനായിട്ട് ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ. ഇ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ വേരിയസ് കൺട്രീസ്. Most of the developed countries have taken measures to control e-waste. WHO has also addressed these issues and specialized guidelines. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഈ വേസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു. കൂടാതെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്ന ഈ ഇഷ്യൂ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. Basel Convention is an international treaty that was designed to reduce the movements of hazardous waste between nations, especially from developed to less developed countries. അതായത് ഇങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. അതായത് 1-2 വർഷം എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഒരു വലിയ ഡെവലപ്ഡ് കൺട്രീസ് യൂസ് ചെയ്യും. ദെൻ ആഫ്റ്റർ എന്ത് ചെയ്യും, അതൊരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിയിലേക്ക് അവരെന്ത് ചെയ്യും, അത് ഡൊണേറ്റ് ചെയ്യും. ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക് വേസ്റ്റ് ആ രാജ്യങ്ങളിൽ കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ വരികയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെതിരെ ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റി വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസൽ കൺവെൻഷൻ എന്ന് പറയുന്നത്. Waste Electrical and Electronic Equipment WEEE regulations is a directive in a European Union that designates safe and responsible collection, recycling and recovery procedures for all types of electronic waste.
ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് വേസ്റ്റ് ഇത് കളക്ട് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനും റിക്കവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു റെഗുലേഷനാണ് എന്ത് പറയുന്നത് വേസ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് റെഗുലേഷൻ എന്ന് പറയുന്നത്. Most of the developing and underdeveloped countries are yet to take concrete steps to manage e-waste. എന്നാൽ ഏകദേശം എല്ലാ ഡെവലപ്പിംഗ് അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഇതുവരെ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഈ ഒരു ഇ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ ഇമ്പാക്ട്സ് ഓഫ് ഇ വേസ്റ്റ് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പാക്ട്സ് എന്ന് നോക്കാം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, എയർ, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ. മെയിനായിട്ട് വരുന്ന എൻവയോൺമെൻറ്റിൽ വരുന്ന പ്രശ്നങ്ങളാണ് എയറിൻ്റെ പൊല്യൂഷൻ, വാട്ടർ, അതുപോലെ തന്നെ മണ്ണ്, ഇതിൻ്റെയൊക്കെ പൊല്യൂട്ടഡ് ആക്കുന്നു എന്ന് പറയുന്നു. അഫക്ട്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, പ്ലാന്റ്സ് ചെടികളെയും വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ആനിമൽസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാധിക്കുന്നു എന്ന് പറയുന്നു. ഹ്യൂമൻ ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റഡ് ബൈ ദി ടോക്സിക് കണ്ടൻറ്റ് ഓഫ് ഡംപ്ഡ് ഇ വേസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ടോക്സിക് കണ്ടൻറ്റ് അതായത് നമ്മൾ ഇ വേസ്റ്റിലുണ്ട്, അതായത് ഇപ്പോൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉണ്ടാക്കുന്ന എന്തായിരിക്കും, അത്രയും ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ഒന്നായിരിക്കില്ല, അതൊക്കെ ടോക്സിക് കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മളെ പരിസ്ഥിതിയെ വല്ലാതെ എന്ത് ചെയ്യുന്നു, മലിനമാക്കുന്നു എന്ന് പറയുന്നു. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്തിനെ, അതായത് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ദെൻ എക്കണോമിക് ഇമ്പാക്റ്റ്, സബ്സ്റ്റാൻഷ്യൽ പബ്ലിക് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് കെയർ. എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഈ ഹെൽത്തിൻ്റെ കെയറിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് പറയുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ കളക്ഷൻ ആൻഡ് റീസൈക്ലിംഗ്, കൂടുതലായിട്ടുള്ള ഫണ്ട് എന്തിനു വേണ്ടി വരും, ഇത് റീസൈക്കിൾ ചെയ്യാനും അതുപോലെ തന്നെ കളക്ഷനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഫണ്ട് പോകുന്ന സമയത്ത് നമ്മളെ റിസോഴ്സ് വേസ്റ്റ് ആകുകയാണെന്ന് പറയുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഫോർ റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസ്, അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് പറയാം. കാരണം എന്താണ്, ഇത് റീസൈക്കിൾ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ ഇവർക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്ന വേസ്റ്റേജും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് ഇവർ പുതിയൊരു ബിസിനസ്സിലേക്ക് വരാനൊക്കെ കഴിയുന്നൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണെന്ന് പറയുന്നു. ദെൻ ഹൗ ടു മാനേജ് ഇ വേസ്റ്റ്, എങ്ങനെ നമുക്കതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും, ഈ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഡസ്ട്രീസ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ഇൻഡസ്ട്രി കീപ്പ് ചെയ്യേണ്ടത്, അതായത് ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, റെഡ്യൂസ് ഹസാർഡസ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ്. അപ്പോൾ എന്താണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, എന്താ നമ്മൾ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തിൽ അതിൽ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്, കറക്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ് എക്സെട്ര. പ്രൊഡക്ഷനിൽ ചേഞ്ച് വരുത്തുക, എന്തായിരിക്കാം, നല്ല കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് മെഷീൻസും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ എന്തായിരിക്കും ഈ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. എക്കോ-ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ഡിസൈൻ പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് അപ്പ് ഓഫ് നോൺ ടോക്സിക് മെറ്റീരിയൽസ് വിച്ച് ഈസ് റീയൂസബിൾ ആൻഡ് റീസൈക്കിളബിൾ. അപ്പോൾ അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി, ടോക്സിക് കണ്ടൻറ്റ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ, പരിസ്ഥിതിക്ക് കുഴപ്പമില്ല, ഹ്യൂമൻ ബീയിങ്സിന് കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. അഡോപ്റ്റ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് പറഞ്ഞ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കണം പ്രൊഡക്ഷൻ. ഇത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കളക്ഷൻ ആൻഡ് റീസൈക്ലിംഗ്, ദർ മസ്റ്റ് ബി ഫെസിലിറ്റീസ് ടു റീകളക്ട് ഡാമേജ്ഡ് ഡിവൈസസ് ആൻഡ് ടു റീസൈക്കിൾ ഇറ്റ്. അപ്പം എന്ത് ചെയ്യുക, അത് കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടിയും കമ്പനി ചെയ്യുക. അപ്പോൾ അവർ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, അത് കാലഹരണപ്പെട്ടു അല്ലെങ്കിൽ ഈ വേസ്റ്റായി, അത് ആരെന്നെ റീസൈക്കിൾ ചെയ്യുക, ഈ ഒരു കമ്പനീനെ റീസൈക്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സിറ്റിസൺസ് ഓർ യൂസേഴ്സ്. ഇപ്പോൾ യൂസേഴ്സ് അല്ലെങ്കിൽ സിറ്റിസൺ, ആരാണത് യൂസ് ചെയ്യുന്ന വ്യക്തികൾ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിപ്പയർ ആൻഡ് റീയൂസ് ഡിവൈസസ് മാക്സിമം ആസ് പോസിബിൾ. അപ്പോൾ നമ്മളുടെ ഡിവൈസ് കേടുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഒഴിവാക്കാതെ എന്ത് ചെയ്യുക, അത് നമ്മൾ റിപ്പയർ ചെയ്ത് റീയൂസ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. ദെൻ എക്സ്ചേഞ്ച് ഓൾഡ് ഡിവൈസസ് വൈൽ ബൈയിങ് ന്യൂ ഡിവൈസ്. നമ്മളെ
എക്സ്ചേഞ്ച് ചെയ്യുക, അതായത് പഴയത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പുതിയത് വാങ്ങിക്കുക. അവോയ്ഡ് ഡംപിങ് വേസ്റ്റ് ഇൻ സോയിൽ ആൻഡ് വാട്ടർ. എന്താ നമ്മൾ ഒരു വേസ്റ്റ്, അതായത് ഈ വേസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ മണ്ണിലേക്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ വല്ല പുഴയിലേക്കോ കടലിലേക്ക് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ദെൻ ഡോണ്ട് ട്രൈ ടു ബേൺ ഈ വേസ്റ്റ്, അത് ഒരിക്കലും എന്ത് ചെയ്യുക, കത്തിക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഗ്രീൻ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു ബ്രിങ് വേസ്റ്റ് ഇൻ ടു റീസൈക്ലിംഗ് സെൻറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഗ്രീൻ ഡിസ്പോസൽ, അതായത് ഇത് എവിടെ സേഫായിട്ട് ഇത് റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക. ഒരിക്കലും നമ്മളെ പ്രകൃതിയിൽ അത് ഇടാതിരിക്കുക. ഡൊണേറ്റിംഗ് ഇലക്ട്രോണിക്സ് ഫോർ റീയൂസ്, ഡൊണേറ്റ് ഡിവൈസസ് ടു നീഡി പേഴ്സൺസ് ആൻഡ് ഓർഗനൈസേഷൻസ്. ചിലർക്ക് എന്തായിരിക്കും, ഇത് ആവശ്യമുള്ള ആളുകളുണ്ടായിരിക്കും, അവർക്ക് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കാം, മറ്റുള്ളവർക്ക് എന്തുണ്ടായിരിക്കും, ഇത് ആവശ്യക്കാരുണ്ടായിരിക്കും, അപ്പോൾ അവർക്ക് ഡൊണേറ്റ് ചെയ്യാം. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പോൾ ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഗവൺമെൻറ് എടുക്കേണ്ടത് നോക്കാം. പ്രോപ്പർ എഡ്യൂക്കേഷൻ അബൌട്ട് ദി ഡേഞ്ചർ ഓഫ് ഇ വേസ്റ്റ്. Proper education and awareness must be given to the producers and users about the danger of e-waste. അപ്പോൾ എന്ത് ചെയ്യുക, ആളുകളെ ഈ ഒരു ഇ വേസ്റ്റിൻ്റെ ഡേഞ്ചർനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നു. ഹെവി ഫൈൻ ഫോർ ഇൻഡസ്ട്രീസ് വിച്ച് ഡു നോട്ട് പ്രാക്ടീസ് വേസ്റ്റ് പ്രിവെൻഷൻ ആൻഡ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഒരു വേസ്റ്റിനുള്ള അല്ലെങ്കിൽ ഈ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രിവെൻഷൻ അല്ലെങ്കിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ഫൈൻ ചുമത്തുക. കളക്ഷൻ ആൻഡ് റീസൈക്ലിംഗ്. ദർ മസ്റ്റ് ബി ഫെസിലിറ്റീസ് ടു കളക്ട് ആൻഡ് റീസൈക്കിൾ ഡിസ്കാർഡ് ഡിവൈസസ്. എന്ത് ചെയ്യുക, ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുക, ഇത് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക. ആളുകളുടെ നിന്ന് ഈ ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് റീസൈക്കിൾ ചെയ്യുന്ന സെൻറ്ററിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി ആരുണ്ടാക്കുക, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറയുന്നു. ലോസ് ആൻഡ് റെഗുലേഷൻസ്. ഇ വേസ്റ്റ് മസ്റ്റ് ബി കൺട്രോൾഡ് ത്രൂ പ്രോപ്പർ ലോസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ദി ഗവൺമെൻറ്. നിയമങ്ങളും കാര്യങ്ങളൊക്കെ ശക്തമാക്കുക. വേസ്റ്റ് ഡംപ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഫോളോ ചെയ്യാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ശക്തമായ ലോ ഉറപ്പുവരുത്തുക. ദെൻ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി വിത്ത് മിനിമൽ ഓർ നോ ഇമ്പാക്റ്റ് ഓൺ ദി എൻവയോൺമെൻറ്റ്. പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിന് ഒരു ഇമ്പാക്റ്റും വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളെ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക, അത് യൂസ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി ആൻഡ് പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ദി ഗോൾ ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആർ ടു റെഡ്യൂസ് ദി യൂസ് ഓഫ് ഹസാർഡസ് മെറ്റീരിയൽസ്. എന്ത് ചെയ്യുക, ഹസാർഡസ് മെറ്റീരിയൽസ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് റെഡ്യൂസ് ചെയ്യുക. ടു മാക്സിമൈസ് എനർജി എഫിഷ്യൻസി ഡ്യൂറിങ് ദി പ്രൊഡക്ട്സ് ലൈഫ് ടൈം. പ്രൊഡക്ട്സിൻ്റെ എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കുക, അതായത് കുറഞ്ഞ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കാലം വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റണമെന്ന് പറയുന്നു. To promote the recyclability of defunct product and factory waste. അതുപോലെ തന്നെ ഫാക്ടറി വേസ്റ്റും ഒഴിവാക്കിയിട്ടുള്ള ഇലക്ട്രോണിക് പ്രൊഡക്ട്സുകളൊക്കെ റീസൈക്കിളബിൾ ആക്കി മാറ്റുക. കോമ്പണൻസ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ ഡിസൈൻ, ഡിസൈനിങ് എനർജി എഫിഷ്യൻറ്റ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക, കൂടാതെ എന്താ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യാം. ഗ്രീൻ മാനുഫാക്ചറിങ് ഡിവൈസസ് വിത്ത് ലെസ് ഹസാർഡസ് കോമ്പണൻസ്. നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള കോമ്പണൻസ് ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രീൻ യൂസ്, മാക്സിമം യൂസ് സേവ് എനർജി. എന്താണ്, നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് അത് എത്ര സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും സമയം നമ്മളത് യൂസ് ചെയ്യാം. ഗ്രീൻ ഡിസ്പോസൽ, റീയൂസിങ്, പ്രോപ്പർ റീസൈക്ലിംഗ്. എന്ത് ചെയ്യുക, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, പിന്നെ വീണ്ടും അത് യൂസ് ചെയ്യുക, കൂടാതെ അത് പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്യുക. ഹെൽത്ത് ഇഷ്യൂസ്.
A large percentage of our daily life is spent with personal computers, laptop, tablet, smartphone, etc. അപ്പോൾ നമ്മളെ ഡെയിലി ലൈഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു പറഞ്ഞ കമ്പ്യൂട്ടേഴ്സിന്, ലാപ്ടോപ്പും ടാബ്ലറ്റ്, സ്മാർട്ട് ഫോണിൻ്റെ മുമ്പിലേക്കാണെന്ന് പറയുന്നു. കോൺസ്റ്റൻറ്റ് ടെക്നോളജി യൂസേജ് ക്യാൻ ക്രിയേറ്റ് മെയിൻലി ഹെൽത്ത് പ്രോബ്ലംസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രശ്നങ്ങൾ നോക്കാം. സ്ട്രെസ് ഓൺ ഐസ്, ഫിംഗർ പെയിൻ, ബാക്ക് പെയിൻ, ഹെഡ് ഏക്സ്, വെയിറ്റ് ഗെയിൻ ഓർ ലോസ്, ഡിസ്റ്റർബൻസ് ഇൻ സ്ലീപ്പ്. അപ്പോൾ പ്രധാനപ്പെട്ട ഫിസിക്കൽ പ്രോബ്ലംസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. കൈ വേദന, കാല് വേദന, അതുപോലെ തന്നെ വെയിറ്റ് ലോസ്, ചിലപ്പോൾ അത് കൂടാൻ ചാൻസ്, ഉറക്കമില്ലാത്ത പ്രശ്നം, ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. മെൻ്റൽ ഓർ ഇമോഷണൽ എന്തൊക്കെയാണ് നോക്കാം. ഇംപേഷ്യൻസ്, ഫാറ്റിക്, ഡിപ്രഷൻ, ഐസൊലേഷൻ, ഡിഫെൻസീവ്നെസ്, എക്സെട്ര. അപ്പോൾ എന്തായിരിക്കും ഇതൊക്കെയാണ് മെയിനായിട്ട് മെൻ്റലായിട്ട് വരുന്നത്. നമുക്ക് ക്ഷമയില്ലാതിരിക്കുക, നമ്മൾ ക്ഷീണിച്ചൊരവസ്ഥ, അതുപോലെ തന്നെ ഡിപ്രഷൻ, ഐസൊലേഷൻ, ഇങ്ങനത്തെ ഓരോ പ്രശ്നം കാര്യങ്ങളൊക്കെ മെൻ്റലി വരുന്ന പ്രോബ്ലംസാണ്. ദെൻ ഗൈഡ് ലൈൻസ് ഫോർ പ്രോപ്പർ യൂസേജ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻ്റർനെറ്റ്. എങ്ങനെയാണ് നമ്മളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഹെൽത്ത് ഗൈഡ് ലൈൻസ്. എന്തൊക്കെ ഹെൽത്ത് ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. മെയിൻറ്റെയിൻ ഗുഡ് സിറ്റിംഗ് പോസ്ചർ വെൻ വർക്കിംഗ് അറ്റ് എ കമ്പ്യൂട്ടർ. യൂട്ടിലൈസ് എ ചെയർ വിത്ത് ബാക്ക് സപ്പോർട്ട്. അപ്പം നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പോസ്റ്റേഴ്സ് എങ്ങനെയാണ് നമ്മളെ ശരീരം വെക്കേണ്ടത് എന്ന്, അതായത് യൂട്ടിലൈസ് എ ചെയർ വിത്ത് ബാക്ക് സപ്പോർട്ട്. നമ്മൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ടുള്ള ഒരു കസേരയിൽ ഇരിക്കണമെന്ന് പറയുന്നു. അവോയ്ഡ് ഹിറ്റിംഗ് ദി കീബോർഡ് വിത്ത് എക്സസീവ് ഫോഴ്സ്. കൂടുതലായിട്ട് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കീബോർഡിലൊക്കെ പ്രസ് ചെയ്യാതിരിക്കുക. റെസ്റ്റ് യുവർ ഐസ് ബൈ റീഫോക്കസിങ് ഓൺ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഇൻ്റർമീഡിയറ്റ്ലി വെൻ വർക്കിംഗ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരുപാട് സമയം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കണ്ണിന് എന്ത് ചെയ്യുക, ദൂരത്തുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യിക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ണിനുള്ള സ്ട്രെയിൻ കുറയ്ക്കുമെന്ന് പറയുന്നു. പൊസിഷൻ ദി മോണിറ്റർ centered directly in front of you so that your neck is on neutral or straight position. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളുടെ തലയുടെ നേരെ വയ്ക്കുക എന്ന് പറയുക. അതായത് കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് തല താഴ്ത്തി അല്ലെങ്കിൽ തല മുകളിലേക്കൊക്കെ ആക്കി നോക്കുന്ന രീതിയിലല്ലാതെ കറക്റ്റ് പൊസിഷനിൽ വെക്കുക എന്ന് പറയുന്നുണ്ട്. ദി ടോപ്പ് ഓഫ് ദി കമ്പ്യൂട്ടർ സ്ക്രീൻ ഷുഡ് ബി സ്ലൈറ്റ്ലി ബിലോ ദി ടോപ്പ് ഓഫ് യുവർ ഹെഡ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്ന ആ ടോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളെ ഹെഡിന് താഴെ ആയിട്ട് വരുന്ന രീതിയിലായിരിക്കണം അത് ഡിസൈൻ ചെയ്ത് വെക്കേണ്ടതെന്ന് പറയുന്നു. Then ensure break in between continuous use. Get up, move around and do an alternative activity. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് ഒഴിവാക്കുക. ഇടയ്ക്കൊന്ന് എണീറ്റ് നടന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളിത് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുക. എൻഷുർ ആഡിക്വേറ്റ് ലൈറ്റിംഗ് ഇൻ ദി റൂം. അപ്പോൾ റൂമിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തുക. ദെൻ ഓപ്പറേഷണൽ ആൻഡ് എത്തിക്കൽ ഗൈഡ് ലൈൻസ്. റെസ്പെക്റ്റ് ഫോർ കോപ്പിറൈറ്റ് മെറ്റീരിയൽസ്, അവോയ്ഡ് പ്ലാഗരിസം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പിറൈറ്റഡ് മെറ്റീരിയൽസിന് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടുള്ള പരിഗണനയും കാര്യങ്ങൾ അത് നമ്മൾ ആവശ്യമില്ലാതെ യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ജെന്യുയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർസ്. നമ്മൾ ജെന്യുയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. യൂസ് ഇൻ്റർനെറ്റ് മെയിൻലി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പർപ്പസസ്, സെർച്ചിങ് നോളേജ്, ഇമെയിൽ, പ്രിപ്പറേഷൻ ഓഫ് അസൈൻമെൻറ്റ്സ്, എക്സെട്ര. എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റ് നമ്മൾ കൂടുതലായിട്ട് എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുക. ചൂസ് സ്ട്രോങ് പാസ്വേഡ്സ് ഫോർ അക്കൗണ്ട്സ്. എന്ത് നമ്മൾ അക്കൗണ്ടിനൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുക. ബാക്കപ്പ് ദി ഡാറ്റ ഓൺ റെഗുലർ ബേസിസ്. എന്ത് ചെയ്യുക, നമ്മൾ റെഗുലർ ബേസിസിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡാറ്റ ബാക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നു. നെവർ ഡിസ്ക്ലോസ് പേഴ്സണൽ ഇൻഫോർമേഷൻ ടു സ്ട്രേഞ്ചേഴ്സ്. എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാതിരിക്കുക. അവോയ്ഡ് അൺസോളിസിറ്റഡ് മെയിൽസ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ്. ആവശ്യമില്ലാത്ത മെസ്സേജസും കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. യൂസ് ഫയർവാൾസ് ആൻഡ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ടു പ്രിവെൻറ്റ് മാൽവെയർ അറ്റാക്ക്. സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ആൻറ്റിവൈറസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പ്രോപ്പർ ഷട്ട് ഡൗൺ ആഫ്റ്റർ യൂസ്. നമ്മൾ ആവശ്യം കഴിഞ്ഞ ഉടനടി കമ്പ്യൂട്ടേഴ്സ് ഷട്ട് ഡൗൺ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക. യൂസ് എനർജി സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. എനർജി സേവിങ് ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. റീയൂസ് ഇലക്ട്രോണിക് ഡിവൈസസ് ആസ് പോസിബിൾ. കഴിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് ഇലക്ട്രോണിക് ഡിവൈസസ് വീണ്ടും യൂസ് ചെയ്യാൻ നോക്കുക. അവോയ്ഡ് അൺഓതറൈസ്ഡ് അൺസെക്യൂർഡ് വെബ്സൈറ്റ്സ്. നമ്മൾ സെക്യൂർഡ് അല്ലാത്ത എന്തായിരിക്കാം,
അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലൊക്കെ ലിങ്ക് വഴിയൊക്കെ കയറാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടി ചുരുക്കി പറയാം. എന്തൊക്കെയാണ് സൈബർ സ്പേസിൻ്റെ ഇഷ്യൂസ് ആൻഡ് ത്രെഡ്സ് നോക്കാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ, മാൽവെയർ, എത്തിക്കൽ ഇഷ്യൂസ്, സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി, ഇൻഫോർമേഷൻ ഓവർലോഡ്, സൈബർ അഡിക്ഷൻ, ഹെൽത്ത് ഇഷ്യൂസ്, ഇ വേസ്റ്റ് ആൻഡ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.